ഒരുമിച്ച് നിന്നാല് നമുക്ക് എല്ലാറ്റിനെയും കീഴടക്കാൻ സാധിക്കുമെന്ന സഭാപ്രസംഗന്റെ വാക്കുകൾ നമുക്ക് ഓർക്കാം. മുപ്പരിച്ചരട് പൊട്ടിക്കാൻ കഴിയുകയില്ലല്ലോ, തകർക്കാൻ കഴിയുകയില്ല. സമുദായ സംഘടന ഒരു ആത്മീയ സംഘടനയല്ല എന്ന് തിരിച്ചറിയുക. അത് അഭിമന്യ പിതാവ് പാമ്പളാനി പിതാവോട് സൂചിപ്പിച്ചു കഴിഞ്ഞു. സമുദായം നേരിടുന്ന വെല്ലുവിളികളെ ധീരതയോടുകൂടെ നേരിട്ടു. ആരുടെയും മുമ്പിൽ മുട്ടുമടക്കാതെ ശക്തമായ പോരാട്ട വഴികളിലൂടെ, കനൽ വഴികളിലൂടെ യാത്ര ചെയ്താണ് 108 വർഷങ്ങൾ ഈ സംഘടന പിന്നിട്ടിട്ടുള്ളത്. അതിന് നേതൃത്വം നൽകിയ എല്ലാ നേതാക്കളെയും പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. സമുദായ സംഘടന ഒരുമിച്ച് നിൽക്കണം. ഈ സംഘടന പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന സംഘടനയല്ല. എങ്ങനെ ധ്യാനം നടത്തിക്കൊണ്ട് ആത്മീയമായി വളരാമെന്ന് പഠിപ്പിക്കുന്ന സംഘടനയല്ല. ജപമാല ചൊല്ലിക്കൊണ്ട് നമുക്ക് ശാക്തീകരിക്കാമെന്ന് പറയുന്ന സംഘടനയല്ല. എങ്ങനെയാണ് സമുദായ അംഗങ്ങൾ സാമ്പത്തികമായിട്ട് ഒറ്റക്കെട്ടായി നിന്ന് വളരേണ്ടതെന്ന് പഠിപ്പിക്കുന്ന സംഘടനയാണ്. പാഠങ്ങൾ പറഞ്ഞു ചൊല്ലിക്കൊടുക്കുന്ന സംഘടനയാണ് കത്തോലിക്ക കോൺഗ്രസ്. സമുദായം നേരിടുന്ന വെല്ലുവിളികളെ ധീരതയോടുകൂടെ നേരിടാൻ പഠിപ്പിക്കുന്ന സംഘടനയാണ് കത്തോലിക്ക കോൺഗ്രസ്. അതുകൊണ്ട് ഈ സമുദായ സംഘടനയിൽ എല്ലാവരും അംഗങ്ങളായിക്കൊണ്ട് ഇതിനെ ശക്തിപ്പെടുത്തുമ്പോൾ ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന കുടിയേറ്റത്തിന്റെ ചരിത്രം അത് അത്ഭുതങ്ങളുടേതാണെങ്കിൽ, ദൈവ കരുണയുടേതാണെങ്കിൽ, ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയും നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് ഒരുമിച്ച് നിന്ന് സമുദായ അംഗങ്ങൾ മുന്നോട്ട് പോകണം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇലക്ഷൻ അടുത്ത് വരികയാണ്. റബ്ബറിന്റെ കാര്യവും വന്യമൃഗങ്ങളുടെ കാര്യവും എല്ലാം പിതാവ് സൂചിപ്പിച്ചു കഴിഞ്ഞു. നമുക്ക് നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പിനോട് നന്ദിയോടുകൂടെ ഈ അവസരത്തിലായിരിക്കാം. ഈ ഫെബ്രുവരി മാസത്തിൽ ആദ്യം ന്യൂനപക്ഷ കേന്ദ്രമന്ത്രി ശ്രീ റിജു കിരൺ വന്നപ്പോൾ അദ്ദേഹം ഒരു നിവേദനം കൊടുത്തു. മറ്റൊന്നുമായിരുന്നില്ല, നമ്മുടെ ഈ സമുദായത്തെ മൈക്രോ മൈനോറിറ്റി സമുദായമായിട്ട് പ്രഖ്യാപിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എത്ര ദീർഘവീക്ഷണത്തോടുകൂടിയാണ് അദ്ദേഹം ആ മിനിസ്റ്ററോട് പറയുക. ഈ കത്തോലിക്ക കോൺഗ്രസ് ഈ ഒരു ആവശ്യം ഏറ്റെടുക്കുകയാണ്. വരുന്ന തിരഞ്ഞെടുപ്പിൽ പ്രകടന പത്രികയിൽ രാഷ്ട്രീയ പാർട്ടികൾ ഏത് രാഷ്ട്രീയ പാർട്ടി ചേർക്കുന്നോ ഈ സമുദായത്തെ മൈക്രോ മൈനോറിറ്റി ആയിട്ട് ഞങ്ങൾ പ്രഖ്യാപിക്കുമെന്ന് പ്രകടന പത്രികയിൽ ചേർത്താൽ ആ പാർട്ടിക്ക് വോട്ട് ചെയ്യുമെന്ന് പറയുവാനുള്ള ആർജവത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. പാർട്ടികൾ, രാഷ്ട്രീയ പാർട്ടികൾ ഇന്നലെ പെയ്ത മഴയ്ക്ക് മുളച്ച തകരകൾ മാത്രമാണെന്ന് 2000 ചരിത്രമുള്ള മാർത്തോമാ ക്രിസ്ത്യാനികളുടെ മക്കളെന്ന് നമുക്കറിയാം. നമുക്ക് നമ്മുടെ സമുദായത്തെ ഒരുമിച്ച് ചേർക്കണം. കത്തോലിക്ക കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ്. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഞങ്ങൾക്ക് ഇനി ഉറക്കമില്ല. ഞങ്ങൾ കഠിനമായിട്ട് അധ്വാനിക്കും. ഈ സമുദായത്തെ മൈക്രോ മൈനോറിറ്റി വിഭാഗത്തിൽ പെടുത്തുന്നത് വരെ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കളും നേതൃത്വം നൽകുന്നവരും കഠിനമായിട്ട് അധ്വാനിക്കും, സമരം ചെയ്യും. ഞങ്ങൾ അതിനുവേണ്ടി പോരാടുക തന്നെ ചെയ്യുമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഉറപ്പ് നൽകുകയാണ്. നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം. എഴുതി കഴിഞ്ഞ ഒരു ടീച്ചർ എന്നോട് സങ്കടത്തോടെ, ഞാൻ 5 പ്രാവശ്യം എഴുതി, എനിക്ക് 92 മാർക്ക് കിട്ടിയില്ല പിതാവേ. എന്റെ കൂടെ ഉണ്ടായിരുന്ന സംവരണമുള്ള കുട്ടിക്ക് 82 മാർക്ക് കിട്ടിയപ്പോൾ അവർ അത് പാസ്സായി മുന്നോട്ട് പോയി. ഇനി ഞാൻ എന്തിനെഴുതുന്നു? എനിക്ക് അവരുടെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നു എന്നുള്ളതിന് മറ്റൊരു തെളിവും ആവശ്യമില്ലല്ലോ. നമുക്ക് സംവരണം കിട്ടിയേ മതിയാവൂ. അതിന് നമുക്ക് ഒരുമിച്ച് നിന്നാൽ 1 or 2 കുട്ടികളുള്ള നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ കുട്ടികൾ ഇവിടെ തന്നെ ഉണ്ടാവും, എവിടെയും പോവുകയില്ല. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിന്ന് പോരാടാം, ഒരുമിച്ച് മുന്നേറാം എന്നീ അവസരത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ഒരുമിക്കുമ്പോഴോ ഒരുമിച്ച് നിൽക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും. ഇസ്രായേൽ ജനതയുടെ കൂടെ ഉണ്ടായിരുന്നത് പോലെ ഈ സമ്മേളനം നമുക്ക് ശക്തി നൽകുകയാണ്, പ്രചോദനം നൽകുകയാണ്. നമുക്ക് സംഘടിക്കാം, പ്രബുദ്ധരാകാം, നമുക്ക് പോരാടാം. ഇനി നല്ലൊരു ഭാവി നമുക്കുണ്ട്. ഒരിക്കലും ദൈവം നമ്മെ പരിത്യജിക്കുകയില്ല, നിരാശപ്പെടുത്തുകയില്ല. കാരണം നമ്മുടെ കൂടെ ഉണ്ടല്ലോ ദൈവം. നമുക്ക് നമ്മുടെ സമുദായത്തിന്റെ ഒരുമിച്ചുള്ള പ്രവർത്തനത്തിൽ നമുക്ക് മുന്നേറാൻ പരിശ്രമിക്കാൻ. നമുക്ക് ഈ സമ്മേളനം ഇത്ര മനോഹരമായി സംഘടിപ്പിച്ച എല്ലാവരോടുമുള്ള കൃതജ്ഞത ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ടും
കത്തോലിക്ക കോൺഗ്രസിനെ ശക്തിപ്പെടുത്തണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടും ഞാൻ നിർത്തുന്നു. ജയ് കത്തോലിക്ക കോൺഗ്രസ്.